ഇന്ന് ചില രഹസ്യങ്ങളുടെ വഴിയിലൂടെ നടന്നു നോക്കാം. നിഗൂഢതകൾ നിറഞ്ഞ ഒരു കൂട്ടം രഹസ്യങ്ങൾ തങ്ങി നിൽക്കുന്ന ഇരുട്ടിന്റെ വഴിയിലൂടെ. എഴുത്തുകാരനും സുഹൃത്തുമായ അശ്വിൻ എടക്കുടിയുടെ രഹസ്യങ്ങളുടെ വഴി എന്ന ക്രൈം നോവലിനെ കുറിച്ചാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. യദു, ശ്രീ, രാഹുൽ എന്നീ 3 കഥാപാത്രങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഇവർ തന്നെയാണ് കഥയിലെ പല രഹസ്യങ്ങളുടെയും ചുരുൾ അഴിച്ചു തരുന്നതും. മൂവരും ഉറ്റ സുഹൃത്തുക്കളാണ്. വിധിയുടെ വിളയാട്ടം എന്ന പോലെ അപ്രതീക്ഷിതമായി ഇവരുടെ ജീവിതത്തിലേക്ക് തിരക്കഥാകൃത്തായ സാമുവിൻ കടന്നു വരുന്നു. തിരക്കഥാകൃത്തുക്കളാവാൻ കൊതിച്ചു നടക്കുന്ന ഇവർക്ക് സാമുവിനോട് അടുപ്പം വെക്കാൻ സ്വയം പ്രേരിതരാവുകയും ചെയ്യുന്നു. പിന്നീട് സാമുവിന്റെ വീട്ടിൽ ഒത്തുകൂടുകയും ചെയ്യുന്നതോടെ കഥയിലെ പല രഹസ്യങ്ങളുടെയും വഴിയിലേക്കുള്ള കവാടം തുറക്കപ്പെടുന്നു. സാമുവിന്റെ വീട്ടിലുണ്ടാകുന്ന ചില സംഭവ വികാസങ്ങൾ കഥയുടെ ഗതി മാറ്റുന്നു. ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും സാമുവിനെയും കുടുംബത്തെയും സംശയത്തിന്റെ കരിനിഴലിൽ നിർത്തപ്പെടുന്നു. ശേഷം തങ്ങളുടെ സംശയ ദൂരീകരണത്തിനായി സാമുവിനെയും കുടുംബത്തെയും ഈ മൂവർ അവരറിയാതെ പിന്തുടരാൻ നിർബന്ധിതരാവുന്നു. ചെന്നെത്തിയതുമാവട്ടെ ഏറെ കാലമായി കുട്ടികളെ ടാർഗറ്റ് ചെയ്ത് കൊന്നെടുക്കുന്ന മനുഷ്യജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു കില്ലറിലേക്കും. പരീക്ഷണാടിസ്ഥാനത്തിൽ മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്ന കില്ലർ ഒരു പ്രത്യേക രോഗത്തിന് അടിമപ്പെട്ടുപോയ കുട്ടികളുടെ ശരീരത്തിൽ തന്റെ പരീക്ഷണ വസ്തു ഘടിപ്പിക്കുകയും പിന്നീട് അത് പുറത്തെടുക്കുവാൻ ആ കുട്ടികളെ കൊല്ലുകയും ചെയ്യുന്നു. ഓരോ രഹസ്യങ്ങളുടെയും കെട്ടുകൾ അഴിച്ചുമാറ്റി യദുവിനും ശ്രീക്കും രാഹുലിനുമൊപ്പം നമ്മളെയും എഴുത്തുകാരൻ കില്ലറിലേക്ക് എത്തിപ്പിക്കുന്ന ആ നിമിഷം വരെയും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുമെന്നതിൽ സംശയമില്ല. സസ്പെൻസും ക്രൈമും ഇഷ്ടപ്പെടുന്നവർക്ക് ഈ നോവൽ ഒന്ന് വായിച്ചു നോക്കാവുന്നതാണ്. അശ്വിൻ എടക്കുടിയുടെ രഹസ്യങ്ങളുടെ വഴി, ഒരു സസ്പെൻസ് ക്രൈം ത്രില്ലർ.